ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം കാണിക്കുകയാണ് നേഷ നന്നായിട്ട് തന്നെ ട്രെയിനിങ് എടുത്ത് ഗ്രാമത്തിലിറങ്ങിയ മോൺസ്റ്ററിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതും ഒരു തരത്തിലുള്ള ട്രെയിനിങ് ആയിരുന്നു. നേഷ ഇതുവരെയായിട്ടും ഭൂമിയിലോട്ട് വന്നിട്ടില്ല. തായ് പന്നിയുടെ മൂക്കില് ഒരു പുല്ലിട്ട് അതിനെ കൊണ്ട് തുമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പൊ നടന്ന സംഭവങ്ങളെല്ലാം നീഷയുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. തായ് അത് റീവൈൻഡ് അടിച്ച് യുദ്ധത്തിൽ നേഷയ്ക്ക് പറ്റിയ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. നേഷ മോൺസ്റ്ററിനെ കൊല്ലുന്ന പേരിൽ അവിടുത്തെ ജനങ്ങളെയും ചേർത്ത് ആക്രമിക്കുന്നു. നേഷ അതിനിപ്പോൾ എന്താ കുഴപ്പം, അവരൊന്നും യാഥാർത്ഥ്യമല്ലല്ലോ എന്ന് പറയുന്നു. നീ ട്രെയിനിങ്ങിനും ഇങ്ങനെ നടക്കുവാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലും നീ ഇങ്ങനെയായിരിക്കും നടക്കുക. നീ സ്വയം നിന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നവരെ നിനക്ക് തന്ന ആയുധങ്ങളൊക്കെ നീ തിരിച്ചേൽപ്പിക്കണമെന്ന് ലീജിങ് പറയുന്നു. ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് തായ് പഠിപ്പിച്ചെന്നാൽ ഇമ്മോർട്ടൽ മാജിക്ക് മാത്രം മതി, അതുപയോഗിച്ച് ഞാൻ ദുഷ്ടശക്തികളെ കൊന്നോളും. എന്നിട്ട് ആ ആയുധം തിരിച്ചു വെക്കുന്നിടയിൽ തായുടെ ബ്രഷ് അടിച്ചു മാറ്റി നേഷ ഈ ലോകത്തിൽ നിന്നും യഥാർത്ഥ ലോകത്തിലേക്ക് വരുന്നു. നേഷ ഭൂമിയിലേക്ക് വന്ന അതേ സമയം തന്നെ കടലിൽ നിന്ന് ഒരു മോൺസ്റ്റർ ഗ്രാമത്തിലേക്ക് വരുന്നു. ഞാൻ കടലിൽ ചാടി എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റൂലല്ലോ. ഞാൻ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കടൽ ഐസ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്നും എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ക്യാരക്ടർ വരുന്നു. പുള്ളി ആ കുട്ടിയെ ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ നേഷ ഞാനാണ് ആ മോൺസ്റ്ററിനെ ആദ്യം കണ്ടത്, അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ മോൺസ്റ്ററിന്റെ കയ്യിലേക്ക് എന്നെ കൊടുക്കുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.